നമസ്കാരം. നമ്മൾ മലപ്പുറത്താണ്, നിങ്ങൾക്കറിയാം. ഇന്ന് രാവിലെ ഞങ്ങൾ വന്ന് സിനാൻ കഞ്ഞിക്കടയിൽ നിന്ന് നല്ല സാധാരണക്കാരന് നല്ലൊരു കഞ്ഞിയൊക്കെ കുടിച്ചു. 10-10:30 ആയപ്പോഴാണ്. അത് കഴിഞ്ഞ് ഇപ്പം പെരിന്തൽമണ്ണ ബൈപ്പാസ് ജംഗ്ഷനിൽ വന്നു. ഇതിനടുത്ത് തന്നെയാണ് കൊടികുത്തി മല എന്ന് പറയുന്ന നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട്. ഏകദേശം 8-9 കിലോമീറ്റർ ഉണ്ട്. അനസാണ് പറഞ്ഞത് നല്ല അടിപൊളിയാണ് സ്ഥലമെന്ന്. ഞാൻ പോയിട്ടില്ല, ഞാൻ ഇപ്രാവശ്യം പോകുന്നില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ പോകണം. ഇവിടെ വന്നത് ഒരു ഫുഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ വന്ന് നല്ല അടിപൊളിയായിട്ട് പൊതി ബിരിയാണി അല്ല ഇലയിലും ബിരിയാണി അത് കഴിക്കണം. അത് കൂടാതെ ഇവിടെ സീ ഫുഡ് പ്ലാറ്റർ ഉണ്ട്, അതും ഒന്ന് രുചിക്കണം. ഇത് രണ്ടിനു വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതേപോലെ കൊടികുത്തി മല നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ പോകണം. കൊടികുത്തി മലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. നാഗാലാൻഡിൽ ഇതേപോലെ തന്നെ ഒരു നല്ല ഹിൽ സ്റ്റേഷനുണ്ട്. നാഗാലാൻഡിലും പൊതുവെ മൊത്തം കുന്നുകളാണ്, എങ്കിലും നല്ല ഒരു അടിപൊളി സ്ഥലം. ആ സ്ഥലത്ത് ഞങ്ങൾ പോയ ഒരു ചെറിയ ഫൂട്ടേജ് അതൊന്ന് കണ്ടു നോക്കാം. കൊനോമോ വില്ലേജിൽ വന്നാൽ 3-4 വഴിയുണ്ട്. ഒന്ന് അപ്പുറത്തോടെ ഇപ്പുറത്തോടെ എല്ലാം വഴികളാണ്. നമ്മൾ പോകുന്നത് ഈ സ്റ്റെപ്പ് കയറിയാണ്. കാരണം അപ്പുറത്തോടെ പോകുന്ന വഴി ബ്ലോക്കാണ്, അവിടെ കൺസ്ട്രക്ഷൻ നടക്കാമെന്ന് പറഞ്ഞു. നമ്മളിതിൽ സ്റ്റെപ്പ് കയറി പോകാം. അധികം ദൂരമൊന്നുമില്ല. നിങ്ങൾക്ക് ഗൈഡിനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 500 രൂപയാണ് ഒരു ഗൈഡിന്. ഈ ചെടികളൊന്നും നട്ട് വളർത്തിയിരിക്കുന്നതല്ല, തന്നെത്താനെ കിളുത്ത് വന്നിരിക്കുന്നതാണ്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. നട്ട് വളർത്തിയ പോലെ തന്നെ മിക്കവാറും എല്ലാ മതിലുകളിലും ഉണ്ട്. അപ്പോൾ നാഗാലാൻഡിലെ കഥകളൊക്കെ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടില്ലേ? ഇനിയിപ്പം നാഗാലാൻഡിൻ്റെ കഥകളല്ല, ഫുഡിൻ്റെ കഥകളാണ്. ഫുഡ് സ്റ്റോറീസിൽ ഫുഡിൻ്റെ കഥകൾ. അങ്ങനെ നമ്മൾ വീണ്ടും കിച്ചണകത്ത്. സ്ഥലം വേറെയാണ്, റെസ്റ്റോറൻറ്റ് വേറെയാണ്, കിച്ചണകത്ത് തന്നെ. പക്ഷേങ്കിൽ സീ ഫുഡ് പ്ലാറ്ററാണ് ഇപ്രാവശ്യം നമ്മൾ വീഡിയോയിൽ കവർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കുക്കിങ്ങും പ്രിപ്പറേഷൻസും എല്ലാം കണ്ടു. സീ ഫുഡ് പ്ലാറ്റർ ശരിക്കും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഐക്കൂറയുണ്ട്, കണവയുണ്ട്, പ്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രാബ്, കുറേ ഐറ്റംസ്. ഇനിയിപ്പോൾ അത് കഴിച്ചിട്ട് അതിൻ്റെ രുചി പറയാം. ആ കൂടെ തന്നെ മറ്റ് 2-3 വെറൈറ്റീസും കൂടെ ഉണ്ട്, നിങ്ങൾ കാണാം. പരീക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കറുത്തമ്മ സ്പെഷ്യൽസ്. മീൻ പൊള്ളിച്ചത്, ചുട്ടത്, മുളകിട്ടത്, പൊരിച്ചത്, തവള ഫ്രൈ. സോറി, തവള ഫ്രൈ അല്ല, തവ ഫ്രൈ.
തവ ഫ്രൈ, ഡ്രൈ ഫ്രൈ. ഇപ്പൊ നമ്മുടെ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്. സീ ഫുഡ് അതാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇത് ബീഫ് ബിരിയാണിയാണ്. ഇലക്കകത്ത് ബീഫ് ഞാൻ കഴിക്കാറില്ല. സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ബീഫ് കഴിക്കാത്തത്. അതും പറയാം. ബീഫ് കഴിക്കാതെ എനിക്ക് അലർജിയാണ്. അതുകൊണ്ടാണ് ഞാൻ ബീഫ് കഴിക്കാത്തത്. ഞാൻ ബീഫ് കഴിക്കുമായിരുന്നു, അടുത്തിടയ്ക്ക് അലർജി ഉള്ളതുകൊണ്ട് നിർത്തിയതാണ്. ഇതൊക്കെ കഴിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ബ്ലൂ മൊയ്ത്ത ഉണ്ട് ഇവിടെ, അതേന്ന് തുടങ്ങാം. വേണ്ട, നല്ല ദാഹം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ സീ ഫുഡ് പ്ലാറ്ററിലേക്ക് കിടക്കാം. വേണ്ടോ, പ്രോൺസ് ആണ്. നമ്മൾ പ്രോൺസിൽ നിന്നാണ് തുടങ്ങുന്നത്. കഴിച്ചു നോക്കാം അല്ലേ? സൂപ്പർ. തലയാണിത്. തലയ്ക്കകത്തുണ്ട് കേട്ടോ, ദശയുണ്ട്. നമുക്കിങ്ങനെ സക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. കൊള്ളാം. ഇനി ഇവിടെ ഏതാണ് തപ്പി നോക്കാം. ആഗോലി. ഇതാണ് ആഗോലി. മുഴുവനായിട്ടാണ് അത് വറുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാം പൊതുവേ ഉള്ള പ്രത്യേകത ഞാൻ പറയാം. നമ്മുടെ നാടൻ ഫുഡാണെന്നുണ്ടെങ്കിൽ നല്ല എരിവായിരിക്കും, ഭയങ്കര എരിവ്. പക്ഷേ ഇത് അത്ര അങ്ങോട്ട് എരിവല്ല. ഒരു മീഡിയത്തിന് താഴെ സ്പൈസ്, ലോ സ്പൈസ് ആണ്. ലോ സ്പൈസ് എന്ന് പറഞ്ഞാൽ എരിവ് തീർത്തും കുറവാണ്, പക്ഷേ ആ രുചി, ഫ്ലേവർ അതുണ്ട്. നമുക്ക് ഈ സീ ഫുഡ് പ്ലാറ്റർ റൈസിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇത് മതി. നമ്മൾ രാവിലെ കഞ്ഞി കുടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വേറൊരു വിഭവത്തിൻ്റെ ആവശ്യമില്ല, ഇത് മതി. പക്ഷേ അന്നസിന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഇലയിൽ പൊതിഞ്ഞ ബിരിയാണി അവൻ സ്പെഷ്യലായിട്ട് പറഞ്ഞത്. വേറെ സ്വല്പം റൈസ് ഇരിപ്പുണ്ട്, അതിൻ്റെ കാര്യം പറയാം. അതിന് മുമ്പ് ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് കൊഴുവ ഫ്രൈ. ഇത് കൊഴുവ അല്ല, ഇത് കൊഴുവല്ല കേട്ടോ, ഇത് കല്ലുമ്മക്കായ. കല്ലുമ്മക്ക നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയപ്പം നമ്മൾ തന്നെത്താനെ കല്ലുമ്മക്ക ഡ്രൈ ഫ്രൈ ചെയ്തിരുന്നു, ഡ്രൈ റോസ്റ്റ്. ഇത് റോസ്റ്റ് അല്ല, ഇത് കല്ലുമ്മക്ക ഫ്രൈ ആണ്. കഴിച്ചു നോക്കാം. നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. റോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് മൊരിയത്തില്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടെ കൊഴുവയുണ്ട്. മുമ്പേ കൊഴുവയെന്ന് പറഞ്ഞ് ഞാൻ എടുത്തത് കല്ലുമ്മക്കായിരുന്നു. ഇതെന്താ, ഇത് നന്നായിട്ട് മുരിച്ച് വറുത്തെടുത്തിരിക്കുന്ന. ശരിക്കും നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ സീ ഫുഡ് വെറൈറ്റീസ് ഉണ്ട്. ഇതിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് ഐറ്റംസ് മാത്രം. ഇത് കൂടാതെ എന്തെല്ലാം ഉണ്ടല്ലേ. കേരളം സുന്ദരം, രുചികളാൽ സമൃദ്ധം. അപ്പോൾ നമ്മൾ കുറേ സീ ഫുഡ് വെറൈറ്റീസ് ഒക്കെ കഴിച്ചു. പ്രോൺസ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് കൂടാതെ ബാക്കിയുള്ളത് നല്ലത് തന്നെ. അതെ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എനിക്ക് സീ ഫുഡ് വെറൈറ്റീസിൽ ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ പ്രോൺസും അതേപോലെ തന്നെ നെയ്മീനും, പിന്നെ ഉണ്ട് മത്തി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് താഴെ കമൻസിലും പറയുക. ഇനി നമുക്ക് ഉള്ളൊരു പ്രത്യേക ഐറ്റമാണ് ചിക്കൻ മദ്ഫൂൺ. ചിക്കൻ മദ്ഫൂൺ എന്ന് പറഞ്ഞാൽ കവർ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം എന്നാണ്, കവർ ചെയ്തിരിക്കുന്നത് എന്നാണ് മദ്ഫൂൺ എന്നുള്ള അർത്ഥം. അപ്പോൾ ഇത് കുഴിമന്തി ഉണ്ടാക്കുന്ന കൂടെ അതിൻ്റെ മേലിൽ വെച്ചാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. ഞങ്ങൾ അവിടെ പോയി കണ്ടിരുന്നു, കിച്ചണിൽ ഇവർ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടു.
ആ നമുക്കിതൊന്ന് തുറന്ന് കഴിക്കാം. അതിന് കുറച്ച് റൈസ് ഉണ്ട്. അധികം റൈസ് എനിക്ക് വേണ്ട, കുറച്ച് മതി. സ്വല്പം റൈസ്. ഹാഷ്മി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞേ, അപ്പോൾ ഹാഷ്മിക്ക് വേണമല്ലോ ഫുഡ്. ഞങ്ങൾ 3 പേർക്കുള്ള ഫുഡാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് തുറക്കാം. ഒരു പൊതിക്കകത്ത് വേറൊരു പൊതിയുണ്ട്. ആ പൊതി തുറന്നാലേ നമുക്ക് നിധി കിട്ടുള്ളൂ. വേണ്ട, ഇതാണ് ചിക്കൻ മദ്ഫൂൻ. ഇതിൻ്റെ ഒരു സ്വല്പം നമുക്ക് എടുക്കാം. കഴിച്ചു നോക്കാം അല്ലേ? ഇതിൻ്റെ പ്രിപ്പറേഷൻ രസമാണ് കേട്ടോ. നല്ല പച്ചമുളകും ഉള്ളിയും ഒക്കെ അരച്ച് അതിനകത്ത് കുറേ മസാലകൾ, വെളുത്തുള്ളിയൊക്കെ അരച്ച് അതിനകത്ത് മസാലകളൊക്കെ ചേർത്ത് അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക്, നന്നായി കുരുമുളക് ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് രുചി ഏകദേശം അതേ രീതിയിലൊക്കെ തന്നെ ആവാം. അടിപൊളി, സൂപ്പർ. ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഒരു നല്ലതായിട്ട് കുരുമുളക് ചേർത്ത സൂപ്പിൻ്റെ ഒരു രുചി. മന്തി റൈസ് പോലെ തന്നെ ഉള്ള ഒരു റൈസാണിത്. അതിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. ഒരു അല്പം കൂടെ എരിവ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കുഴിമന്തി ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ്. കുഴിമന്തി വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നതാണ്. ഇന്ന് വൈകിട്ട് രാത്രിയിൽ കുഴിമന്തി വീഡിയോ ചെയ്യും. അപ്പോൾ മലപ്പുറം രുചികൾ നമ്മൾ എൻജോയ് ചെയ്യുന്നു. നാളെ അനസിൻ്റെ കൂടെ ഞങ്ങൾ നിലമ്പൂരൊക്കെ കറങ്ങാൻ പോവാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഫുഡ് വീഡിയോസും കൂടെ ചെയ്യണമെന്നുണ്ട്. തേങ്ങാച്ചോറ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. നോക്കട്ടെ എങ്ങനെയാണെന്ന് നമുക്ക് വഴിയേ കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോകൾ കാണുക, അഭിപ്രായം പറയാൻ മറക്കണ്ട. തൽക്കാലത്തേക്കിന് ബൈ, സീ യു, ടേക്ക് കെയർ. അനസിനി പൊതി ബിരിയാണി കഴിക്കട്ടെ. പൊതിയല്ല, ഇല ബിരിയാണി. ഈ പൊതിച്ചോറ് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതിച്ചോറ് കഴിച്ചുകൊണ്ട് പൊതി ബിരിയാണി പൊതിന്നാണ് വരുന്നത്. ബീഫാണ്, കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ടാ? മലബാർ കല്യാണങ്ങൾക്ക് കിട്ടുന്ന നാടൻ ബീഫ് ദം ബിരിയാണി അതേ ടേസ്റ്റാണ്, സെയിം ടേസ്റ്റ്. ഇങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? ഫുഡ് എങ്ങനെയുണ്ട്? വിശപ്പ് ചത്ത്.